സംവിധാനത്തിന്, പോലീസിന്, സർക്കാരിന്, ലോക്കൽ ഗവൺമെന്റിന് ഇതിനൊക്കെ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷെ അതേസമയം തന്നെ സംഘാടകർക്കും ഉത്തരവാദിത്തമുണ്ട്. അവരുടെ കൺമുന്നിലാണ്, അവർ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്കാണ് ഇത്രയധികം ആളുകൾ വരുന്നത്. അവർക്ക് സമയത്തിന് വെള്ളം കൊടുക്കുക, അവർക്ക് സമയത്തിന് ഭക്ഷണം കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുക, അധികം തിരക്ക് വരികയാണെങ്കിൽ അത് നിയന്ത്രിക്കാനുള്ള സംവിധാനം ഉണ്ടാവുക, ഇനി അധികം തിരക്ക് വരികയാണെങ്കിൽ അതിനുള്ളിലേക്ക് കാരവാൻ ഓടിച്ച് കയറാതിരിക്കുക അങ്ങനെയുള്ള കുറച്ച് മിനിമം കാര്യങ്ങളുണ്ടല്ലോ. അതുപോലും സംഘടിപ്പിക്കപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഒരു വലിയ നേതാവ്, ഒരു നായകൻ, കുറച്ച് അണികൾ എന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ പ്രായോഗിക തലത്തിലുള്ള ഒരു മുൻകരുതലുകളും മുന്നറിയിപ്പുകളും കൈക്കൊള്ളാതെ പോകുന്നത് എങ്ങനെയാണ്? അല്ല, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. വിജയിനെ സംബന്ധിച്ചിടത്തോളം വിജയിന് ഒരു ഗ്രൗണ്ട് മാനേജ് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് ഇപ്പോഴും TVK എന്ന് പറയുന്ന പാർട്ടിക്ക് ഇല്ല. ADMKക്കോ DMKക്കോ ഈവൻ കോൺഗ്രസിന് പോലുമോ ഉള്ളതുപോലെ ഡിസ്ട്രിക്ട് ലെവലുകളിൽ, പ്രാദേശിക ലെവലിൽ ഗ്രൗണ്ട് മാനേജ് ചെയ്യാനും ക്രൗഡ് മാനേജ് ചെയ്യാനുമുള്ള ഒരു ഫോഴ്സ്, അതിന് വേണ്ട പ്രോപ്പറായി മാനേജ് ചെയ്യാനുള്ള ആ സെറ്റപ്പ് ആ പാർട്ടിക്ക് ഇതുവരെ ആയിട്ടില്ല. അതിൻ്റെ വലിയ ആ ഡെഫിഷ്യൻസി, ആ കുറവിൻ്റെ വലിയ ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. പക്ഷേ നേരത്തെ പാനലിസ്റ്റുകൾ സൂചിപ്പിച്ചതുപോലെ വില്ലൻ ആയി മാത്രം ഇപ്പം ഈ വിജയ് എന്ന് പറയുന്ന നടനെ മാത്രം നമ്മൾ വില്ലനായി കാണുന്നതിലും അർത്ഥമില്ല. 50,000 പേർക്കാണ് ആവശ്യപ്പെട്ടിരുന്നത് എന്നും ഞങ്ങൾ 50,000 പേർക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ പോലീസിന്, അധികാരികൾക്ക്, ലോക്കൽ അഡ്മിനിസ്ട്രേഷന് ഒരു വലിയ ബാധ്യതയുണ്ട്. വിജയിന്റെ ക്രൗഡ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇരട്ടിയോ വരും എന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒരു തയ്യാറെടുപ്പ് തീർച്ചയായിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്ന്, അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിരുന്നു. അതോടൊപ്പം ഇപ്പോൾ പറഞ്ഞതുപോലെ ബേസിക്കായ അമ്യൂണിറ്റീസ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യവുമാണ്. എന്ന് കരുതി വിജയിനെ നമ്മൾ എഴുതിത്തള്ളാൻ നോക്കുകയില്ല. നേരത്തെ സൂചിപ്പിച്ചല്ലോ, 2026 വോട്ടിംഗ് പാറ്റേണിനെയൊക്കെ ഇത് ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ വിജയനെ എഴുതിത്തള്ളാൻ ഒരിക്കലും ഈ ഒരു സംഭവത്തിലൂടെ കഴിയും എന്ന് എനിക്ക് അഭിപ്രായവുമില്ല.